അവനെ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചേക്കുന്നത് ഞങ്ങൾക്കറിയില്ലടാ. നീ വെറും നാളിയാന്നുള്ളത് ഞങ്ങൾക്കറിയാലടാ. ഇതിന്റെ വീഡിയോ എടുത്തോട്ടാ. മറ്റേ മടവൂർ കാപ്പിലയുടെ അതിനകത്തേക്ക് ഇടാനുള്ള ഈ തള്ളയുടെയൊക്കെ ഇതിനും കൂടി ഇവർക്കൊക്കെ ഇതിന്റെ വീതമുള്ളതാ. ഇതിനകത്ത് വീതമുള്ളതായിരുന്നു. ശൈഹോന ഈ ജീവൻ കൊടുപ്പിക്കാതെ ഈ ജീവൻ കൊടുപ്പിച്ചതാണ്. അപ്പോൾ മറ്റേ ചുട്ട കോഴിനെ പഠിപ്പിക്കുന്ന ആളല്ലേ. സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട ഒരു ഭീകരമായ വാർത്തയുണ്ട്. 5ാമത്തെ പ്രസവത്തിൽ അസ്മ എന്ന് പറയുന്ന ഒരു യുവതി മലപ്പുറത്ത് മരിക്കുന്നു. ഒന്നുകൂടി പറയട്ടെ, ഇവരുടെ വീട് മലപ്പുറമല്ല, മലപ്പുറം ഭാഗത്തേക്ക് വന്ന് താമസിച്ചാണ്. ഇവരങ്ങനെ ഒരു തെക്ക് ഭാഗത്താണ് ഇവരുടെ. ഇതിന്റെ ഭാഗമായിട്ട് മലപ്പുറം ജില്ലയിലെ തീരെ വിവരമില്ലാത്ത ജനങ്ങൾ എന്ന രീതിയിലൊക്കെ കരുതുന്ന ആൾക്കാരാണ്. പക്ഷേ അത് നമുക്ക് അത്ര ഒഴിവാക്കാനും വയ്യ കേട്ടോ. കാരണം ഈ മലപ്പുറത്ത് തന്നെ ഇതേപോലെയുള്ള ഒരു ചികിത്സ നടത്തിയ വേറൊരു ടീമിനെ കുറിച്ച് പറയാനുണ്ട്. എന്താ സുഹൃത്തുക്കളെ, ഞാനിവിടെ പറയാൻ പോകുന്നത് ഈ ഷെയ്ഖുന എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഈ ഒരു ഉഡായിപ്പ് ഉസ്താദ്, ഈ ഉസ്താദ് മാത്രമല്ല ഈ ഭാര്യയുടെ മരണത്തിന്റെ പുറകിലുള്ളത്. അവര് കൂടി അതിനൊരു വലിയ കാരണമായി മാറിയിട്ടുണ്ട്. നമ്മുടെ ആ ഒരു സ്ത്രീ തന്നെ ഇതിനൊരു വലിയ കാരണമായിട്ട് മാറിയിട്ടുണ്ട്. ആ ഒരു വീഡിയോ കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വന്നിട്ടുള്ളത്. നിങ്ങളത് കാണുക തന്നെ വേണം. എന്തായാലും ഇപ്പോഴ് നാട്ടുകാരെല്ലാവരും കൂടി പിടിച്ചിട്ട് ഈ ഉസ്താദിനെ നന്നായിട്ട് പൊരിക്കുന്നുണ്ട്. ചുട്ട കോഴിയെ പറപ്പിക്കുന്ന ഒരാളാണ്. മരിച്ച ആൾക്കാരൊക്കെ വിളിച്ചു വരുത്തിട്ട് പലർക്കും ജീവൻ കൊടുക്കുന്ന ആളാണ്. എന്നാൽ പറ്റുമെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് ജീവൻ കൊടുക്കണം എന്നാണ് ഇപ്പൊ നാട്ടുകാരിൽ ഒരാൾ ആ ഒരു ഉസ്താദിന് പറയുന്നത്. സത്യമാണ്, മരിച്ചു കഴിഞ്ഞ ആൾക്കാരെ ജീവൻ കൊടുക്കുക എന്ന് പറഞ്ഞ പരിപാടി ഒരു ഉസ്താദിനും ഒരു എന്താ പറയാ പകനും പറ്റുന്ന പരിപാടിയൊന്നുമല്ല. പക്ഷേ ഇയാളതൊക്കെ ചെയ്യുന്നു എന്ന രീതിയിൽ യൂട്യൂബ് വീഡിയോ ഒക്കെ ഇട്ട് നടന്നൊരു ഒരുത്തനാണ്. ഇപ്പൊ അതെല്ലാം കുടുങ്ങി സ്വന്തം ഭാര്യയെ സത്യം പറഞ്ഞ കൊല വിളിച്ചിട്ടാണ് ആ ഒരു നായി അവിടെ ഇങ്ങനെ കുത്തിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കണം. പ്രസവം എടുക്കുന്ന ഉമ്മ മലപ്പുറം. നീ എപ്പോഴാ വിളിച്ചേ? ഇതിന്റെ ഏറ്റവും വലിയ ഭീകരാവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറത്ത് ഇപ്പോഴും ഇങ്ങനെ പ്രസവം എടുക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഇത്ര അധികം സൗകര്യം ഉണ്ടായിട്ടും നമ്മുടെ നാട്ടിൽ ഇത്ര അധികം സൗകര്യം, പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ മുട്ടിന് നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ട്. ഈ പ്രസവം എടുക്കുന്ന വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന ഹോസ്പിറ്റൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇനി അതൊന്നും വേണമെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെ ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ട് പോലും ഇപ്പോഴും വീട്ടിന്റെ ഉള്ളിൽ വെച്ച് തന്നെ പ്രസവം എടുക്കണം എന്ന് പറയുന്ന ചിന്തയിലേക്ക് ഇവരെ നയിക്കുന്ന എന്താണ്? ഞാൻ വൃത്തിയായിട്ട് പറയട്ടെ, ആരൊക്കെ എന്തൊക്കെ തന്നെ എന്റെ വീഡിയോ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസമാണ് ഇതിന്റെ പുറകിലുള്ളത്. ഒന്ന് ഒരു മതവിശ്വാസവും, ഒന്ന് ഒരു പ്രത്യേക തരം ചികിത്സാ രീതിയിലുള്ള വിശ്വാസമാണ്. ഈ രണ്ട് വിശ്വാസം അതിഭീകരമായിട്ട് ഇപ്പൊ മലപ്പുറത്ത് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മുടെ ഈ ഒരു മോഡേൺ യുഗത്തിൽ 2025 നമ്മുടെ ഈ മലപ്പുറം പ്രദേശത്ത് പ്രസവം എടുക്കുന്ന ഉമ്മ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രസവം എടുക്കുന്ന സ്ത്രീകളുണ്ട് എന്നുള്ളതാണ്. എന്തിനാണത്? പണ്ട് കാലത്ത് പ്രസവം എടുക്കാൻ അങ്ങനെ പല ആൾക്കാരുണ്ടാകുന്ന അന്നത്തെ അവസ്ഥ അതായിരുന്നു. ഹോസ്പിറ്റലുകൾ അടുത്തില്ല, പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല, പല കുഗ്രാമങ്ങളാണ്, വഴിയില്ല, പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ട്രെയിൻ ചെയ്ത ചില ആൾക്കാർ, നഴ്സുമാർ പോലൊക്കെ നമ്മുടെ നാടുകളൊക്കെ ഉണ്ടായിരുന്നു. അതും അവരിൽ നിന്ന് അത് വിട്ടുപോവുകയാണെങ്കിൽ, അവർക്ക് നടക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളും അവർ നടത്തുമായിരുന്നു എന്നുള്ളതാണ്. ഇതൊന്നും ചെയ്യുന്നില്ല. ഈ ഒരു മോഡേൺ യുഗത്തിലും വീട്ടിന്റെ ഉള്ളിൽ വെച്ച് തന്നെ പ്രസവം നടത്തണം. നോക്കൂ, ഈ കുഞ്ഞിന്റെ പ്രസവിച്ചു കഴിഞ്ഞിട്ട് ഈ കുഞ്ഞിന്റെ ദേഹത്തുള്ള ചോര പോലും തുടച്ചു കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്തകൾ. വണ്ടിക്ക് വേണ്ടിട്ട് എപ്പോഴാ വിളിച്ചേ? അല്ലടാ, വണ്ടിക്ക് വേണ്ടി അപ്പൊ ഉമ്മ അവിടെ ഇല്ലേ? പ്രസവമൊക്കെ എടുത്ത് പോയി. അത് പോയതിനു ശേഷമാണ് ശ്വാസം മുട്ട് വന്നത്. ശ്വാസം മുട്ട് വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ അവരെ വിളിച്ചു. ശ്വാസം മുട്ട് കിടക്കട്ടെ നോക്കണം. പിന്നെ കുഴപ്പമൊന്നുമില്ല. ഞാൻ വിചാരിച്ചു അവരെനിക്ക് പറഞ്ഞു പ്രസവത്തിന്റെ ക്ഷീണം നീ എത്ര മണിക്കാ മറ്റേ പവനെ വിളിച്ചാൽ? കുറെ സമയം. അല്ലടാ, എന്റെ തള്ള വന്നോ? പറയുന്നേ കേൾക്കുക. കിടന്നോ, ഞാൻ വിളിക്കാൻ കിടക്കട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞാൽ കിടന്നു. കിടന്നു വെച്ചപ്പോ പിന്നെ നമുക്ക് അടങ്ങുന്നില്ല. അപ്പോഴാണ് ഞാൻ അടങ്ങലാന്ന് വന്നിട്ട് ശ്വാസം മുട്ടൊന്നും ഞാൻ വിളിച്ചത്. പ്രസവത്തിന് അവിടെ വണ്ടി കൊണ്ട് അവിടെ വണ്ടിയുണ്ട്. അവർ വണ്ടിയായിട്ട്
വരാൻ വേണ്ടി വിളിച്ചു വണ്ടി വന്നോ? സുഹൃത്തുക്കളെ, ആ പാവ സ്ത്രീ മരിച്ച് ശ്വാസം മുട്ടിയിട്ടാണ്. ആ വൃത്തിയായിട്ടവനാണ് ഇരുന്ന നാറിയാണ് ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പാവം സ്ത്രീ മരിച്ച് ശ്വാസം മുട്ടിയാണ്. പ്രസവം കഴിഞ്ഞിട്ട് ശ്വാസം മുട്ടൽ വന്നു അത്രേ. ശ്വാസം മുട്ടൽ വന്നപ്പോഴും ഒരു ഹോസ്പിറ്റലിൽ വിളിക്കാനോ ഒരു നഴ്സുമാർ വിളിക്കാനോ ഒരു ആംബുലൻസ് വിളിക്കാനല്ല ഇവൻ ഏർപ്പാടുണ്ടാക്കിയത്. നേരെ പ്രസവം എടുത്ത ഉമ്മേനെ വിളിക്കുകയാണ്. അവർക്കിപ്പോ ശ്വാസം മുട്ടലുണ്ട്. അപ്പത്തിന് സ്ത്രീ പറഞ്ഞു അത്രേ, എനിക്ക് ചെറുതായിട്ട് ഒന്ന് കെടുക്കണം. അപ്പോ ഇവൻ വിചാരിച്ചു, പ്രസവം കഴിഞ്ഞതിന്റെ ക്ഷീണമായിരിക്കും, കിടന്നോട്ടെ എന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ മരിച്ചു പോയി എന്നതാണ്. നോക്കൂ, ഇത്ര ഒരു 5ാമത്തെ പ്രസവം എന്ന് കഴിഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ അത് റിസ്കിയാണ്, ഹൈലി റിസ്കിയാണ്. 5 എണ്ണൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ പ്രസവിക്കുക എന്ന് പറയുന്ന തന്നെ റിസ്ക്കും ഒരു പണിയില്ലാത്തവന്മാർ മാത്രം ചെയ്യുന്ന ഒരു കാര്യങ്ങൾ കൂടിയാണെന്നൊക്കെ പറയേണ്ടി വരും. കാരണം ഇത് തന്നെയാണ് ജോലി എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരാണ് ഈ ഒരു 5 പ്രസവമൊക്കെ, 5 കുട്ടികളൊക്കെ ഉണ്ടാക്കുക. ഇവർക്കൊക്കെ തിന്നാൻ കൊടുക്കണ്ടേ? എന്തായാലും അതൊക്കെ അവർക്ക് ഉണ്ടായിരിക്കും വിചാരിക്കാം. എന്തായാലും അത് പല വിശ്വാസത്തിനും മറ്റും ഭാഗമായിട്ട് ആ ഒരു കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ നടക്കുന്നത് എന്തുകൊണ്ടാണ് ഇവർ ഹോസ്പിറ്റലിൽ പോവാതിരുന്നത്? ആ ഹോസ്പിറ്റൽ പോവാത്തതിന് കൃത്യമായിട്ടും ഒരു ഉത്തരം ഉണ്ടായിരിക്കണം. ഒന്ന്, ഈ ഒരു ചങ്ങാതി നല്ല മന്ത്രവാദത്തിലും മറ്റും വിശ്വസിക്കുന്ന ആൾക്കാരാണ്. മരിച്ചു പോയവരെ പറ്റിയിട്ടൊക്കെ ഒരു വീഡിയോസിലൊക്കെ എടുക്കുന്ന, അവരുടെ അവദാനങ്ങളൊക്കെ പാടിപ്പുകത്തുന്ന വീഡിയോസിലൊക്കെ എടുക്കുന്ന ചങ്ങാതിയാണ് ഇയാള്. മടവൂർ ഖാലിഫ എന്ന് പറയുന്ന ഒരു പേരിൽ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഇട്ട. എന്തായാലും ഈ മരണത്തിന് തൊട്ടു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഭാര്യ തന്നെ, അതായത് ഈ സ്ത്രീ തന്നെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു വീഡിയോ ആണ് അവരൊരു ബന്ധു ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞത്. അവരുടെ ബന്ധു സംസാരിക്കുന്നുണ്ട്, ആ കേട്ടു. ഇതിപ്പോ മൊത്തം 5ാമത്തെ പ്രസവമാണ്. ആദ്യത്തെ 2 ആശുപത്രിയില്, ഇപ്പോഴത്തെ 3 വീട്ടില്. യസ്മയായിട്ട് ഫോണിൽ സംസാരിക്കായിരുന്നോ നിങ്ങള്? ഫോണില് മെസ്സേജ് അയക്കലുണ്ട്, വിളിക്കല് കുറവാണ്. എന്താ പറഞ്ഞത്? അപ്പൊ ആശുപത്രി അക്യുപഞ്ചർ പഠിച്ച പിന്നെ ആശുപത്രി പോകാൻ ഒട്ടും കൂട്ടാക്കണുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു, കോംപ്ലിക്കേറ്റഡ് ഒക്കെ ആയി കഴിഞ്ഞാലോ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പൊ അവസാന നിമിഷം ഇപ്പൊ നമ്മുടെ കയ്യിൽ നിൽക്കൂല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്തായാലും ആശുപത്രിയിൽ പോകുമല്ലോ. സിറാജിനും അറിയാം, കുറച്ചൊക്കെ അറിയാം അക്യുപഞ്ചർ. അസ്മ പഠിച്ചിട്ടുണ്ട്, അതിന് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ളതാണ് അസ്മാക്ക്. ഈ മുമ്പ് വീട്ടിലെ പ്രസവത്തില് വേറെ ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടില്ല? അതൊന്നും ഉണ്ടായിട്ട് കേട്ടില്ല, കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോഴും നമ്മൾ പറയും ഇങ്ങനെ ഏജ് കൂടിയാണല്ലോ തന്നെ, അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയാലോ എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറയലുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു അക്യുപഞ്ചർ പഠിച്ചതിന്റെ ആ ഒരു ധൈര്യമൊക്കെ ഉണ്ടായിരുന്നു പുള്ളിക്കാരിക്ക്. പിന്നെ അവസാന നിമിഷം ഇങ്ങനെ കയ്യിൽ നിന്ന് പോയിപ്പോ അത് തീർച്ചയായിട്ടും ആശുപത്രി കൊണ്ടുകൊണ്ടായിരുന്നു. മരുന്ന് അറിഞ്ഞാണ് ഞങ്ങൾ വന്നത്, അല്ലാതെ വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്കറിയില്ലല്ലോ. ഞാനിപ്പോ കേട്ടറിവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസവം കഴിഞ്ഞു വിളിച്ചു പറയാണ്, അസ്മ പ്രസവിച്ചു, ആൺകുട്ടിയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പുള്ളി പറയാണ് അസ്മ മരണപ്പെട്ടു എന്നും പറയാണ്. കേട്ടറിവാണ്, എപ്പോഴാണെന്നുള്ളത് കൃത്യമായിട്ട് സമയം അറിയില്ല. സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ അക്യുപഞ്ചർ എന്ന് പറയുന്ന സംഗതി വന്നിട്ടുണ്ട്. ശരീരത്തിലെ ചില ഭാഗങ്ങളൊക്കെ പിടിച്ചമർത്തിട്ട് രോഗം നിർണ്ണയിക്കുകയും അങ്ങനെ പിടിച്ചമർത്തിയാൽ തന്നെ മതി ചില അസുഖങ്ങളൊക്കെ മാറുന്നു പറയുന്ന ഒരു ഉടായ്പ് പരിപാടി വന്നിട്ടുണ്ട്. ഇതിനൊക്കെ ഇപ്പോഴും നിയമസാധു ഉണ്ടെന്നും ഇത്തരം ആളുകളൊക്കെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെ പറ്റി ഒരു അന്വേഷണവും നടക്കുന്നില്ല എന്നുള്ളതാണ് ഒരു ഭീകരമായ അവസ്ഥ. ഈ അക്യുപഞ്ചറിന്റെ ഭാഗമായിട്ട് അക്യുപഞ്ചർ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ വിശ്വസിക്കുന്നത് ഡോക്ടർ അടുത്തേക്ക് പോകണ്ട, മോഡേൺ മെഡിസിൻ ആവശ്യമില്ല, മരുന്ന് എടുക്കത്തില്ല, നമ്മുടെ കൊറോണ വാക്സിനും മറ്റെങ്കിലും വാക്സിനുകൾ ഒന്നും എടുക്കില്ല, കുട്ടികൾക്ക് വേണ്ട ഒരു കുത്തിവയ്പ്പ് എടുക്കേണ്ട ആവശ്യമില്ല. ഇവരൊക്കെ സാധാരണ പോലെ എന്താ പറയാ, ഭൂമിയിലേക്ക് ദൈവം ജന്മം കൊടുക്കുന്നതാണ്. ആ കുട്ടികളൊക്കെ സാധാരണ പോലെ അങ്ങോട്ട് വളർന്നോളും. പഴയ കാലഘട്ടത്തിലൊക്കെ കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെ വെറുതെ പണ്ടത്തെ കാലത്തൊക്കെ കുത്തിവയ്പ്പ് ഉണ്ടായിട്ടാണോ ഇപ്പൊ അല്ലേ കുത്തിവയ്പ്പ് വന്നേ എന്നീ ചോദിക്കുന്ന മൊയന്തും ചോദ്യങ്ങൾ എന്റെ വീഡിയോസിന് താഴെ വന്ന് ചോദിക്കുന്ന ആളുകളൊക്കെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഒരു ദുരവസ്ഥ. എന്തൊക്കെയായാലും ആ ഒരു സ്ത്രീ, ഈ മരണപ്പെട്ട അസ്മ എന്ന് പറയുന്ന സ്ത്രീ, അവർ അക്യുപഞ്ചർ പഠിച്ചിട്ടുണ്ടായിരുന്നു. അക്യുപഞ്ചർ പഠിച്ചുകൊണ്ട് തന്നെ ഈ ബന്ധുവിനോട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഡോക്ടറെ അടുത്ത് പോവില്ല എന്നുള്ളതാണ്. ഡോക്ടറെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല, കാരണം അക്യുപഞ്ചർ ഉണ്ടല്ലോ, എല്ലാത്തിനും രക്ഷിക്കാൻ അക്യുപഞ്ചർ ഉണ്ടല്ലോ. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ ഇതൊരു വലിയ അപകടകരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വീടുകളിൽ പ്രസവിക്കുക എന്ന് പറയുന്ന എന്തൊരു വലിയ നൊസ്റ്റാൾജിക് സാധനമാണെന്ന് വിചാരിച്ച് കിടക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ പ്രപിതാക്കന്മാരെല്ലാം ഇങ്ങനെ വീടുകളിലല്ലേ പ്രസവിച്ചേ, പിന്നെ നമുക്ക് ഇങ്ങനെ പ്രസവിച്ചാൽ എന്താ? പണി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് പോയിട്ട് പ്രസവിച്ച് തിരിച്ചു വന്ന് വീണ്ടും പണി തുടർന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. എന്നീ പറയുന്ന കോലാഹലങ്ങൾ, എന്നീ പറയുന്ന വാക്കുകളൊക്കെ ഇങ്ങനെ പ്രസംഗിച്ചടക്കുന്ന, വർത്തമാനം പറഞ്ഞു നടക്കുന്ന ഒരുപാട് ആൾക്കാരെ ഞാനും കണ്ടിട്ടുണ്ട്. അത്തരം ആളുകളൊക്കെ പറയാനുള്ളതാണ്, ഇത് ആ ഒരു അന്ധകാലഘട്ടമല്ല ഇപ്പോഴുള്ളത്. ആ കാലഘട്ടത്തിൽ സൗകര്യമില്ലായ്മയാണ്, അടുത്ത് ഹോസ്പിറ്റൽ ഇല്ലായ്മയാണ് ഡോക്ടർ അടുത്തേക്ക് വളരെ മടി ഉണ്ടാക്കുന്നത്. പക്ഷെ ഇപ്പോഴതല്ല, മുട്ടിന് ഒരുപക്ഷെ ഒരു 5 കിലോമീറ്ററിനുള്ളിൽ തന്നെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ 100 മീറ്റർ നടന്നാൽ പോലും ഒരു ഹോസ്പിറ്റൽ അടുത്തേക്ക് എത്താവുന്ന തരത്തിലേക്ക് നമ്മുടെ നാട് വികസിച്ചിട്ടുണ്ട്.
അങ്ങനെയുള്ള ഈ സമയത്തും ഈ ഡോക്ടർ അടുത്തേക്ക് പോവാതിരിക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. ആ വിശ്വാസമാണ് ഇവരെ മരണയ്ക്ക് തള്ളിവിടുന്നത്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരണം അവർ വാങ്ങിച്ചു തന്നെയാണ്. ഇങ്ങോട്ട് തന്നോളൂ, ഞാൻ മരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവർ ഏറ്റുവാങ്ങിച്ച മരണം തന്നെയാണ് നമുക്ക് അതിന് പറയേണ്ടി വരും. എന്തുകൊണ്ടാണ് ഇനി അക്യുപഞ്ചർ പ്രശ്നമാവുന്നത്? എന്റെ പൊന്നു സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് കോഴിക്കോട് വളരെ മോഡേൺ ആയിട്ടുള്ള, വളരെ യങ് ആയിട്ടുള്ള രണ്ടുപേര്, ഒരു ഭാര്യയും ഭർത്താവും. ആ ഒരു പെൺകുട്ടി അക്യുപഞ്ചർ പഠിച്ചിട്ടുണ്ടത്രേ, അവൻ അക്യുപഞ്ചർ പഠിച്ചിട്ടുണ്ടത്രേ. അതുകൊണ്ട് പ്രസവം വീട്ടിലാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പ്രസവം വീട്ടിലാക്കുന്നു. പൊക്കിൾ കൊടുക്കെ തൊട്ടടുത്ത കടയിൽ പോയിട്ട് ബ്ലേഡ് വാങ്ങിച്ചൊക്കെ മുറിക്കുന്നു. ഭാഗ്യത്തിന് അമ്മയ്ക്കും കുഞ്ഞിനും അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. ഇതൊക്കെ വളരെ ഈസിയാണ് എന്ന രീതിയിലാണ് ചെറുപ്പക്കാരൻ പറയുന്നത്. ഇതൊക്കെ കഴിഞ്ഞ ശേഷം അവർക്ക് ഇനി കുഞ്ഞ് ജനിച്ചതിന് സർട്ടിഫിക്കറ്റ് വേണത്ര. ഇത്തരം പഹയന്മാർക്കൊന്നും ഒരു സർട്ടിഫിക്കറ്റും കൊടുക്കരുത്. ഇങ്ങനെ എല്ലാ സംഗതി അവർക്ക് വീട്ടിൽ ചെയ്യാമെങ്കിൽ ഒരു മെഷീൻ വാങ്ങിച്ചിട്ട് ഈ ബർത്ത് സർട്ടിഫിക്കറ്റും അവരെന്നോട് അച്ചടിച്ചിട്ട് നിർമ്മിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും അവർക്ക് ഏറ്റവും നല്ലത്. എന്തൊക്കെയായാലും ഇങ്ങനെ അക്യുപഞ്ചർ ചികിത്സയുടെ ഭാഗമായിട്ട് സമ്മാന വിതരണമടക്കം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. ജനം TV അടക്കമുള്ള ആളുകളൊക്കെ ആ ചാനലൊക്കെ പറയുന്നത് ഇതൊരു ജിഹാദി സെറ്റപ്പാണ്, ഇതൊരു തരം ഇസ്ലാമിൽ മാത്രമുള്ള ഒരു ജിഹാദി സെറ്റപ്പാണ്, അവരാണ് ഈ പരിപാടി നടത്തുന്നത്. ഒരുപക്ഷെ ഈ പ്രോഗ്രാം കണ്ടു കഴിഞ്ഞാൽ, ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ആളുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ജനം TV പോലുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള സംശയത്തിലേക്കൊക്കെ സംഗതി നീണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കൊരു കുറ്റം പറയാൻ കഴിയില്ല. എന്തായാലും ഇങ്ങനെ പ്രസവം നടത്തിയ ആളുകൾക്ക് അവാർഡ് കൊടുക്കുന്ന സംഗതി പോലും നമ്മുടെ ഈ ഒരു പ്രബുദ്ധ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം, ഒരു ദുരവസ്ഥ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അതൊന്ന് കണ്ടുപോകും. ഒരു കാലത്ത് വീട്ടിലെ പ്രസവം എന്നത് അനായാസം നടന്നുന്ന ഒരു പ്രക്രിയയായിരുന്നു. കാലം പിന്നിട്ടപ്പോൾ അത് കച്ചവടവൽക്കരണത്തിന്റെ ഭാഗമായി തീർന്നപ്പോൾ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമാണ് ധീരതയോടെ വീട്ടിലെ പ്രസവം എന്നത് നിസ്സാരമാണെന്ന് ഓരോ ജനത്തെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് അക്കിഷിന്റെ ചുണക്കുട്ടികളാണ് ഇന്ന് നിങ്ങളുടെ ബാച്ചിൽ പഠിച്ച ആളുകളെ ഒന്ന് നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ടൊന്ന് വിളിക്കുകയാണ്. ആ നിമിഷത്തിൽ വേദിയിൽ നമ്മളോടൊപ്പം ഇവിടെ വേണ്ടത് അക്യൂ മാസ്റ്റർ നുസ്രത്ത് മേഡം, അക്യൂ മാസ്റ്റർ സീമ സിദ്ദീഖ്, അക്യൂ മാസ്റ്റർ ബിൻസിറ മേഡം, അക്യൂ മാസ്റ്റർ ഫൗസീന മേഡം വളരെ കൃത്യമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ വനിതാ നേതൃത്വത്തിന്റെ ഒപ്പം നിങ്ങളൊന്ന് അറിയാൻ, അവരെ ആദരിക്കാനായി വേദിയിലേക്ക് ഈ ബാച്ചിൽ നിന്ന് ഹോംവർക്ക് നടന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ചില ആളുകളുടെ പേരുകൾ വായിക്കാം. ഷർബീന ഷഹീം തൃശൂർ, ഫാത്തിമത്തു ജസ്ന, യസ്മി ഷിരീൻ കണ്ണൂർ, റബീഹ തിരൂർ, പോലെ റബീഹ, നജുമു, മുസ്തഫ, മൊയ്തുണ്ണി എന്നൊക്കെ പറഞ്ഞിട്ട് പേരുകൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പല വീട്ടിൽ പ്രസവിച്ച സ്ത്രീകളെ വിളിച്ചിട്ട് പ്രത്യേകം അവാർഡ് കൊടുക്കുകയാണ്, അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇത് കാണുന്ന ആയിരക്കണക്കിന് ഇത്തരത്തിലുള്ള, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ഇസ്ലാം മതവിശ്വാസികളാണ്. ഇസ്ലാം മതത്തിലാണ് ഈ അക്യുപഞ്ചർ എന്ന് പറയുന്ന സാധനം ഏറ്റവും കൂടുതൽ വ്യാപകമായിട്ട് വന്നിരിക്കുന്നത്. ഇത് എത്രത്തോളം ഫേക്ക് ആണെന്ന്, ഇത് എത്രത്തോളം അപകടകരമാണെന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. പക്ഷെ എന്താണ് ഇതിന്റെ പുറകിലുള്ള യാഥാർത്ഥ്യം എന്ന് എന്തായാലും വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അറിവിൽ ഒന്ന് എഴുതി വെക്കണം. അക്യുപഞ്ചർ എൻ്റെ ഒരു അറിവിൽ ഇത് മഹാ ഉടായ്പാണ്. ഈ മോഡേൺ മെഡിസിനുകളൊക്കെ അതിനോടൊക്കെ തട്ടിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ തേങ്ങ വന്നു കഴിഞ്ഞാലും ഈ അക്യുപഞ്ചർ ജയിക്കണമെങ്കിൽ, അക്യുപഞ്ചർ കൊണ്ട് എല്ലാ സംഗതി വിജയിക്കുമെങ്കിൽ ആ ഒരു അസ്മ മരിക്കില്ലായിരുന്നു. ആ അസ്മയെ സ്വജീവിതത്തിൽ കൊണ്ടുവരാമായിരുന്നു. ഒരുപക്ഷെ അവിടെ അല്ലായിരുന്നെങ്കിൽ, ആ ഒരു ഹോസ്പിറ്റലാണെങ്കിൽ അപ്പോഴും ആ ഒരു സ്ത്രീ മരിക്കില്ലായിരുന്നു. നമ്മുടെ മോഡേൺ മെഡിസിൻ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. പക്ഷേ അതവരെ കൊലപ്പെടുത്തിയതാണ്. ഈ കൊലപ്പെടുത്തിയതിന് കാരണമായിട്ട് മാറുന്നത് അവരെ തന്നെ ഒരു കാരണമാണ്. അക്യുപഞ്ചർ പഠിച്ചു എന്ന് പറയുന്ന ഒരു വലിയ സംഭവമാണെന്ന് വിചാരിച്ചു പോയ പ്രശ്നമാണ്. രണ്ടാമത് അവരുടെ ഭർത്താവ് അത്രയേറെ അന്ധവിശ്വാസിയാണ്, അത്രയേറെ ഏറെ 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 മൊയന്താണ്, അന്ധവിശ്വാസമാണ്. ഒരു മോഡേൺ യുഗത്തിൽ ജീവിക്കാൻ ഒട്ടുമേ യോഗ്യമല്ലാത്ത ഒരുത്തരാണ്. ഇനി അടുത്തൊരു വലിയ വിഷയമുള്ളത് ഈ അക്യുപഞ്ചർ എന്ന് പറയുന്ന ആ ഒരു മെഡിസിൻ വിഭാഗമാണ്. ഇത്തരം ആളുകൾക്കെതിരെയൊക്കെ കൃത്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള അക്യുപഞ്ചർ മരണങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടേയിരിക്കുമെന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. എന്നാലും പ്രിയ സുഹൃത്തുക്കളെ, ബൈ.